മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും എല്ലാം കൂടെ കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അതിനുശേഷം മാർക്കോയും അനന്തവും കൂടെ ദുർഗയെയും മേഘനയും നിർത്തിപ്പൊരിക്കുന്നെല്ലാം ഉണ്ട്. ഇവർ ചെയ്തു കൂട്ടിയ വീഡിയോസ് എല്ലാം ഇവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും മേഘനും ദുർഗയും വളരെ ഞെട്ടുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അതിനുശേഷം മഞ്ജുവും ഇവരുടെ പിറകെ ചെല്ലുന്നുണ്ട്. അപ്പോൾ മഞ്ജുവിനോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്കും ഈ ഏട്ടനോട് ഇത്തിരി സ്നേഹമില്ലേ മോളെ? നിൻ്റെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തില്ല, കൂടിയില്ല. അതുകൊണ്ട് നിനക്ക് എന്നോട് ദേഷ്യമായിരിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഇയാളെ നഷ്ടപ്പെട്ട് കണ്ണീരിൽ കഴിയണമെന്ന് നീയും ആഗ്രഹിക്കുന്നുണ്ട് മഞ്ജു എന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. എന്നെ ഇപ്പോൾ ചികിത്സിക്കുന്ന തോമസ് സാർ ഉൾപ്പെടെ പലരും ചോദിച്ചു. അതിലുപരി ഞാനും അമ്മയോട് ചോദിക്കുകയാണ്, എൻ്റെ അമ്മയെക്കാട്ടി കൂടുതൽ പ്രാവശ്യം അമ്മയെന്ന് വിളിച്ചത് ഞാൻ നിങ്ങളെയല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ എന്നോട് ഈ ക്രൂരത ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുന്നുണ്ട് കണ്ണൻ. ആ വിളിയുടെ ഒരു പരിഗണന പോലും അമ്മ എനിക്ക് തന്നിട്ടില്ല. ഞങ്ങളെ കൊല്ലാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണൻ. ആരെങ്കിലും കൊല്ലാൻ ശ്രമിച്ചാൽ അതിന് കൂട്ടു നിൽക്കാതെങ്കിലും ഇരുന്നുകൂടെ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കണ്ണൻ പറയുന്നുണ്ട്, ഒന്നും പറയണ്ട എന്ന് പറയുകയാണ് കണ്ണൻ. എൻ്റെ സ്ഥാനത്ത് ആരായിരുന്നാലും ഇപ്പം അമ്മ മകളെയും മരുമകനെയും വിളിച്ച് ഈ വീടിന് പുറത്തായേനെന്ന് പറയുന്നുണ്ട് കണ്ണൻ. ഞാനായതുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാം ഈ വീടിനുള്ളിൽ ഇപ്പോഴും കഴിയുന്നതെന്നും പറയുന്നുണ്ട്. പിന്നീട് മേഘനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നീ ഞങ്ങളെല്ലാം കൊന്നിട്ട് ഞങ്ങളുടെയൊക്കെ സ്വത്ത് തട്ടിയെടുത്താൽ അതൊക്കെ എപ്പോഴും നിൻ്റെ കയ്യിൽ നിലനിൽക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നും രാജകൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാക്കന്മാർക്ക് വരെ മരണമുണ്ട്. അതെല്ലാം ഒരു സമയത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ട് പോകുക തന്നെ വേണം. അതും കൂടി ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം പോലും നിനക്കില്ലല്ലോ എന്നെല്ലാം കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഞാൻ അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആൾ എന്നെ കൊല്ലാനായിട്ട് നടക്കുന്നു. കണ്ണേട്ടൻ അമ്മ എന്ന് വിളിച്ച് നടക്കുന്ന ആൾ കണ്ണേട്ടനെയും കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. കണ്ണേട്ടൻ പറഞ്ഞ പോലെ കണ്ണേട്ടനെയും എന്നെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടുമോ? അതിനെല്ലാം മാർക്കോയും അനന്തോട്ടും സമ്മതിക്കുമോ എന്നൊക്കെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഞാൻ വഴിവിട്ട് നടക്കുന്ന പെണ്ണാണെന്നല്ലേ നിങ്ങളെല്ലാവരും കരുതിയിരിക്കുന്നത്. നിങ്ങളുടെ മുഖത്താണ് ഞാൻ ആദ്യമായിട്ട് കൈവച്ചതെന്നും ഇപ്പോൾ ക്യാമറയുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് എല്ലാം അതിൽ പതിയുമെന്നും പറയുന്നുണ്ട്. താനന്ന് എന്നെ കയറി പിടിക്കുന്നത് ഏതെങ്കിലും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അതുണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പേ തന്നെ തൻ്റെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞേനെ എന്നൊക്കെ മേഘനാഥനോടായിട്ട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് വളരെ സങ്കടമാകുന്നുണ്ട്. കാരണം ഈ ദുഷ്ടനെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഓർത്തപ്പോൾ മഞ്ജുവിന് ഭയങ്കരമായിട്ട് വിഷമവും സങ്കടവും വരുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞതനുസരിച്ചെന്ന് ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി എനിക്ക് വരില്ലായിരുന്നെന്നോർത്ത് മഞ്ജു ആകെ വിഷമിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും കൂടി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അതിനുശേഷം മേഘനാഥനും ദുർഗയും കൂടെ പറയുന്നുണ്ട്, ഇവളെ ആരോ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവൾക്ക് ഇപ്പോൾ അവരോടൊരു ഇഷ്ടവും ബഹുമാനവും എല്ലാം. ഇനി അങ്ങനെയൊന്നും ചെയ്താൽ പറ്റില്ല. ഇവരുടെ സ്വത്ത് നമ്മളെല്ലാവരും മോഹിച്ചതാണ്. അത് നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് വരെ ഈ ഒരു സമരം ഞാൻ തുടരുക തന്നെ ചെയ്യുമെന്ന് മേഘനാഥൻ പറയുന്നുണ്ട്. പിന്നീട് പ്രതാപൻ്റെ വീട്ടിൽ പ്രതാപനും മുത്തശ്ശിയും കരുണയും ഉണ്ണിയുമെല്ലാം ആകെ ദേഷ്യവും സങ്കടവും ഒന്നും വല്ലാതെ ആയിരിക്കുകയാണ്. അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ആ മാർക്കോ എന്ന് പറഞ്ഞവനിക്കിട്ട് നല്ല ഒരു പണി കൊടുക്കണമെന്ന് പ്രതാപം പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനെ തല്ലിക്കൊല്ലണം, എന്നാൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. അതുപോലെ ലക്ഷ്മിയും കണ്ണനെയും എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അവനുള്ളിടത്തോളം കാലം അതിനൊന്നും നമ്മൾക്ക് ഒരിക്കലും പറ്റില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. പിന്നീട് മഞ്ജു കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും റൂമിലോട്ട് ചെല്ലുന്നുണ്ട്. എന്നിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഏട്ടനെ ദ്രോഹിക്കണമെന്നോ മനസ്സിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല. സ്വത്തിൽ മാത്രമായിരുന്നു എനിക്ക് കണ്ണുണ്ടായിരുന്നത്. അതുകൊണ്ട് ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഏട്ടനും ഏട്ടത്തെയും രണ്ടായി മാറണമെന്ന് എൻ്റെ മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമല്ല. അതൊക്കെ ചെയ്തത് എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവുമായ മേഘനുമെല്ലാമാണ്. അവരെല്ലാവരും കൂടിയാണ് ഇതിനെല്ലാം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ കൊള്ളരുതായ്മയ്ക്കും എൻ്റെ അമ്മയും കൂടെ കൂട്ടുനിന്നെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടി കരയുന്നുണ്ട് മഞ്ജു. അപ്പോഴേക്കും കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നിനക്ക് ഇത്ര മാനസാന്തരം ഉണ്ടായത്? നിനക്ക് മേഘനിൽ നിന്നും എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ മഞ്ജു അതൊന്നും തുറന്നു പറയുന്നില്ല. ഏട്ടൻ അതൊക്കെ പിന്നീട് മനസ്സിലാവും. ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കതൊന്നും പറയാനുള്ളൊരു മാനസികാവസ്ഥയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു വളരെയധികം കരയുന്നുണ്ട്. പിന്നീട് കമലേശ്വരത്തോട്ട് വരികയാണ് ഉണ്ണിയും കരുണയും കൂടെ. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശരി നിങ്ങളിങ്ങോട്ട് വരുന്നതൊക്കെ കൊള്ളാം. ഇവിടെ ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെയും കണ്ണേട്ടൻ്റെയും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കരടായിട്ട് നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയല്ല ഇനി പ്രതികരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷഭാവത്തോടു കൂടി തന്നെ മഹാലക്ഷ്മി അവരെ നോക്കുന്നുണ്ട്.